എന്നാലും മഴ ഇപ്പോൾ പൂർണ്ണമായി മാറി നിൽക്കുന്നു എന്ന് പറയാം. രാവിലെ ഒന്ന് ചെറുതായി ചാറിയതല്ലാതെ ഇന്നലെ ഈ സമയത്തൊക്കെ മഴ വലുതായി തുടരുകയായിരുന്നു. ഇന്നലെ മഴ തുടരുമ്പോഴും ഈ സ്ഥലം അട്ടക്കുളങ്ങരയിലെ പുത്തൻ റോഡാണ്. ഇന്നലത്തെ ദൃശ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് ഈ വ്യത്യാസം മനസ്സിലാവും. മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് ഇത്തരം വെള്ളം ഇറങ്ങിപ്പോയി ഈ അവസ്ഥയിലേക്ക് എത്തിയത്. ആ റോഡിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നടക്കാൻ കഴിയാത്തത്ര രീതിയിൽ ചെളിയും അഴുക്കും മാലിന്യവും നിറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. എന്തായാലും ഇന്നലെ വലിയ ആശങ്ക പങ്കുവെച്ചവരൊക്കെ ഇവിടെയുണ്ട്. കാരണം ഇത് താഴ്ന്ന പ്രദേശം തന്നെയാണ്. അപ്പോഴും ഈ ഡ്രൈനേജ് സംവിധാനം അത് വലിയ പ്രശ്നമായത് നമ്മൾ ഇന്നലെ ഉന്നയിച്ചിരുന്നു. അപ്പം ഇതാ ഈ വ്യാപാര സ്ഥാപനത്തിലേക്ക് ഒരാൾക്ക് കയറാൻ പോലും കഴിയാത്തത്ര രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് ഇന്നലെ നമ്മൾ സംസാരിച്ച ചേട്ടനാണ്. ചേട്ടാ, ഇതിപ്പം വേറൊരു രൂപത്തിൽ മാറിയിരിക്കുകയാണ് സ്ഥലം അല്ലേ? ഇപ്പം വെള്ളമൊക്കെ ഇറങ്ങി എന്നാലും ഇനി അടുത്തൊരു വെള്ളം നല്ലൊരു ശക്തമായൊരു മഴ പെയ്താൽ വീണ്ടും പഴയ അവസ്ഥ തന്നെയാണ്. ഇതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം കാണണമെങ്കിൽ അധികാരികളുടെ അടുത്ത് അറിയിച്ചാൽ കാര്യം നടക്കും. ഇപ്പോഴോ ദുർഗന്ധവും ഇല്ലേ, ഈച്ചയൊക്കെ പറഞ്ഞു. ഇത് മാത്രമല്ല ഇത് ഈ കിള്ളിപ്പാലത്തിൽ നിന്ന് ഈ ബൈപ്പാസ് വഴി വന്ന് ഈ റോഡ് വളരെ അധികം ജനങ്ങൾക്ക് പ്രയോജനം ചെയ്ത ഒരു റോഡാണ്. പക്ഷേ ഇത് അധികാരികൾ അശ്രദ്ധയായിട്ട് ഇട്ടിരിക്കുകയാണ്. ഇത് വളരെ ദയനീയമാണ്. കാര്യം ഈ മഴ പെയ്താൽ വലിയ ആശങ്കയാണ്. എപ്പോഴും ആശങ്കയാണ്. ഒരു മനുഷ്യനും ഒരു കുഞ്ഞു കുട്ടികൾക്ക് വെളിയിൽ ഇറങ്ങാൻ നോക്കൂല. അത് തന്നെയാണ് നമ്മളും ഇന്നലെ കണ്ടതാണ്. ഈ വെള്ളത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്നലെ ആ സമീപത്തുള്ള വീട്ടുകാരനോട് സംസാരിച്ചത്. ആ വീട്ടിലേക്ക് ഇപ്പോഴും പോകാൻ തന്നെ ചെളി തന്നെയാണ്. ആ വഴി പൂർണ്ണമായും നന്നായിട്ടുമില്ല. കാരണം ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോൾ മനുഷ്യൻ ഈ കടയിലേക്ക് വന്ന് സാധനം വാങ്ങി തിരിച്ചു പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചതാണ്. ഇന്നലെ വലിയ പണിപ്പെട്ടാണ് കടയിൽ പോയി സാധനമൊക്കെ വാങ്ങി. അതെ, ഇന്നലെ അവസ്ഥയൊന്നും മാറി. കണ്ടില്ലേ, ഇതിന് ഒരാഴ്ചത്തേക്ക് കാണും ഇവിടെ ഈ വെള്ളം കെട്ടി ഇങ്ങനെ കാണും. ഈ ചെറിയ വെള്ളക്കെട്ടും ചെളിയും കാര്യങ്ങളെല്ലാം ഒരാഴ്ചത്തേക്ക് ഇവിടെ തന്നെ ഇങ്ങനെ കാണും. ഇതിൻ്റെ ഇടയിൽ ഒരു മഴയും കൂടെ പെയ്താൽ തീർന്നു. ഇതേ അവസ്ഥ വീണ്ടും പഴയ അവസ്ഥയിലോട്ട് പോകും. വീട്ടിൽ എന്തെങ്കിലും വീട്ടിൽ ആദ്യം പടിക്കെട്ട് വെള്ളം കയറിയിരുന്നു. പിന്നെ എന്തായാലും അതുവരെ എത്തിയുള്ളൂ. അതുവരെ തന്നെയായിരുന്നു വെള്ളം അത്രയും. പിന്നെ വേറെ ഒന്നും വെള്ളം കൂടിയിട്ടൊന്നുമില്ല. അതായത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് ഇന്നലെ കണ്ട ദൃശ്യങ്ങൾ ആവർത്തിക്കും. അതെ, തീർച്ചയായിട്ടും ആവർത്തിക്കും. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇത് കഴിഞ്ഞ ഒരു 4 കൊല്ലമായിട്ട് ഇങ്ങനെ തന്നെയാണ്. 4 കൊല്ലമാണ് ഇങ്ങനെ തന്നെയാണ്. ഇനിയും പറഞ്ഞാൽ മാറ്റം ഉണ്ടാവുന്ന പ്രതീക്ഷയുണ്ടോ? പണി ചെയ്താൽ മാറും. അത് ഓടെ ക്ലിയർ ചെയ്ത് നേരത്തെ പറഞ്ഞാൽ ഈ അനന്ത കംപ്ലീറ്റ് ചെയ്താൽ ഇത് മാറും. ഈ മാലിന്യവും ഉണ്ട്, ദുർഗന്ധമുണ്ട്. ദുർഗന്ധമുണ്ട്, നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടല്ലോ. തീർച്ചയായും അത് തന്നെയാണ്. നമുക്ക് കൃത്യമായി അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. നമുക്കത് എടുത്തു പറയേണ്ടതുമാണ്. കാരണം ഇന്നലെ വന്ന സ്ഥിതി അല്ലെങ്കിൽ പോലും നടക്കാൻ എപ്പോഴും കഴിയില്ല. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എത്രമാത്രം ഈ ചെളി പുരണ്ടാണ് കിടക്കുന്നത് ഈ വഴിയെന്ന്. വാഹനത്തിൽ പോകുന്നവർ, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കെല്ലാം വലിയ കെടുതി ഉണ്ടാക്കുന്നു. അതിനേക്കാൾ രൂക്ഷമാണ് ഒരുപക്ഷെ മഴവെള്ളം ഒഴിഞ്ഞു പോയ ശേഷമുള്ള റോഡുകൾ വൃത്തിയാവാൻ എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതാ